സർവീസസ് പ്രൊവൈഡഡ് ടു ഗവൺമെൻറ്. ഇനി സർക്കാരിന് നമ്മൾ അങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, ഇതിൽ പല സർവീസസും എക്സംപ്റ്റഡ് ആണ്. അത് കുറച്ചുകൂടി സർവീസ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഗവൺമെൻറ്റിനാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു റെസിപ്പിയൻ സ്പെസിഫിക്കും അതേസമയം തന്നെ അതിൽ തന്നെ സർവീസ് സ്പെസിഫിക് കൂടിയാണ്. സോ നമുക്ക് നോക്കാം സർവീസസ് പ്രൊവൈഡഡ് ടു ഗവൺമെൻറ്. ഒന്നാമതായിട്ട് സപ്ലൈ ഓഫ് സർവീസ് ബൈ എ ഗവൺമെൻറ് എൻറ്റിറ്റി. ഗവൺമെൻറ് എൻറ്റിറ്റിയുടെ മീനിങ് നമുക്കറിയാം, ഗവൺമെൻറ് സ്ഥാപനം. ആ ഗവൺമെൻറ് സ്ഥാപനം ആർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ യൂണിയൻ ടെറിട്ടറിക്കോ ലോക്കൽ അതോറിറ്റിക്കോ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ എനി പേഴ്സൺ, ആർക്ക് വേണമെങ്കിലാകാം, എനിക്കാകാം നിങ്ങൾക്കാകാം, പക്ഷേ സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി ഓർ ലോക്കൽ അതോറിറ്റി. പക്ഷെ ആ വ്യക്തി എന്ന് പറയുന്നത് ആര് സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കണം? സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന മറ്റൊരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഗവൺമെൻറ് എൻറ്റിറ്റി എന്ത് ചെയ്യാണ്? ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. അതിന് പ്രതിഫലമായി അവർക്ക് എന്താണ് കിട്ടുന്നത്? അതിനാണ് ഇമ്പോർട്ടൻ്റ്. അഗെയിൻസ്റ്റ് കൺസിഡറേഷൻ റിസീവ്ഡ് ഫ്രം. അതിനവർക്ക് കൺസിഡറേഷൻ കിട്ടുന്നത് ആരിൽ നിന്നാണ്? അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാകാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നാകാം, യൂണിയൻ ടെറിട്ടറിയിൽ നിന്നാകാം, ലോക്കൽ അതോറിറ്റിയിൽ നിന്നാകാം. അപ്പോൾ അതും ഏത് രൂപത്തിലാണ് കൺസിഡറേഷൻ കിട്ടുന്നത്? ഇൻ ദ ഫോം ഓഫ് ഗ്രാൻഡ് സബ്സിഡി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്രാൻഡോ സബ്സിഡിയോ മേടിച്ച് സർക്കാരുകൾക്കോ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്കോ നമ്മളൊരു സേവനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് ഫ്രം GST. നെക്സ്റ്റ് 104 ഇല്ല, ഇനി 105 ആണ്. സർവീസസ് പ്രൊവൈഡഡ് ടു സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻ അണ്ടർ എനി ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് കാരണം ഗവൺമെൻറ് പറയുന്ന ആൾക്കാർക്ക് വി ആർ പ്രൊവൈഡിങ് ട്രെയിനിങ്. സോ ഇത്തരത്തിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് സർവീസാണ്. അപ്പോൾ നമ്മൾ പലതും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർക്കാണ്, മേ ബി ഗവൺമെൻറ് എംപ്ലോയീസിനോ ഗവൺമെൻറ് പേഴ്സണൽസിനോ ആണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഫോർ വിച്ച് 75% ഓർ മോർ ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ബോൺ ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അതിൻ്റെ മിനിമം 75% ഫീസും ട്രെയിനിങ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനോ നിങ്ങളോ ആയിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്ക് കൺസിഡറേഷൻ കൊടുക്കുന്ന ആരാണ്? ഗവൺമെൻറ്. മുഴുവനും ഗവൺമെൻറ് അല്ല, ഒരു 75% ഗവൺമെൻറ്റാണ് അതിൻ്റെ ചിലവ് വഹിക്കുന്നതെങ്കിൽ ആ ചെയ്തിരിക്കുന്ന സർവീസ് പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. അത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കാം, യൂണിയൻ ടെറിട്ടറി ആയിരിക്കാം. Then there is a CBIC clarification regarding coaching services supplied by coaching institutions and NGO under the central scheme of scholarship for students with disabilities. അപ്പോൾ ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും NGOകളും എന്ത് ചെയ്യാണ്? ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ കീഴിലാണ് ക്ലാസ് എടുക്കുന്നത്. എന്താണ് ആ പദ്ധതി? സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. ഫ്രീ കോച്ചിങ് സർവീസസ് പ്രൊവൈഡഡ് ബൈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് NGOs under central scheme of scholarship for students with disabilities where total expenditure is borne by the government coaching institution by way of grant in aid is covered and hence it is exempt from GST. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? GSTയിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആയിട്ടായിരിക്കും അതിനെ കണക്കാക്കുക. നെക്സ്റ്റ്, സർവീസസ് പ്രൊവൈഡഡ് ടു സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി അണ്ടർ എനി ഇൻഷുറൻസ് സ്കീം. ഇനി നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? അണ്ടർ എനി ഇൻഷുറൻസ്. നമ്മൾ ഗവൺമെൻറ്റിന് ഇൻഷുറൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ഗവൺമെൻറ്റിൻ്റെ മൂവബിൾ പ്രോപ്പർട്ടീസ്, ഇമൂവബിൾ പ്രോപ്പർട്ടീസ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഗവൺമെൻറ്റിൻ്റെ സ്റ്റോക്ക്, ഇതിനൊക്കെ നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം തരുന്നത് ആരായിരിക്കും? ടോട്ടൽ പ്രീമിയം ഈസ് പെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. പറഞ്ഞു വരുന്നത് അത്തരം പ്രീമിയത്തിനോടൊപ്പം നമ്മൾ എന്ത് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് നീഡ് ടു ചാർജ് എക്സ്ട്രാ GST. ഇറ്റ് ഷാൽ ബി ആൻ എക്സംപ്റ്റഡ് സർവീസ്. നെക്സ്റ്റ്, സപ്ലൈ ഓഫ് സർവീസ് പ്രൊവൈഡഡ് ബൈ ഫെയർ പ്രൈസ് ഷോപ്സ്. ന്യായവില ഷോപ്പുകൾ. ഇപ്പോൾ നമ്മുടെ റേഷൻ കടകളുണ്ടല്ലോ. ഓക്കെ, റേഷൻ കടകൾ ചെയ്യുന്നത് എന്താണ്? അവർ ഈ അരി, ഗോതമ്പ്, മണ്ണെണ്ണ, പഞ്ചസാര,
മുതലായിട്ടുള്ള കാര്യങ്ങൾ, പാം ഓയിൽ, ഇതൊക്കെ അവർ വിൽക്കുന്നുണ്ട്. ശരിക്കും അവരവിടെ ട്രേഡിങ് ചെയ്യല്ല. അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ റേഷനിങ് ആണ്. റേഷനിങ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഈ പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് വിതരണം ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, അത് ആക്ച്വലി ദേ ആർ പ്രൊവൈഡിങ് സർവീസ്. ഈ റേഷൻ, ഈ നമുക്ക് ഫുഡ് ഇൻഗ്രീഡിയൻസ് തരുന്നത് ആരാണ്? ശരിക്കും ഗവൺമെൻറ്റാണ്. പക്ഷേ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഇത് സപ്ലൈ ചെയ്യുന്നത് ഈ ഫെയർ പ്രൈസ് ഷോപ്പുകളാണ്. ദാറ്റ് മീൻസ് ഫെയർ പ്രൈസ് ഷോപ്പ് ഈസ് ആൻ ഇൻ്റർമീഡിയറി ഫോർ ഗവൺമെൻറ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഫുഡ് ഗ്രെയിൻ ഫോർ അസ്. സോ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഫെയർ പ്രൈസ് ഷോപ്പ് ഈസ് ആക്ച്വലി പ്രൊവൈഡിങ് സർവീസ് ടു ഗവൺമെൻറ്. പറഞ്ഞു വരുന്നത് ഇത് അവർക്ക് എന്താണ്, അത് ചെയ്യുന്ന ഫെയർ പ്രൈസ് ഷോപ്പ്, നമ്മുടെ നാട്ടിലെ റേഷൻ കടകൾ ചെയ്യുന്നതൊരു എക്സംപ്റ്റഡ് സർവീസാണ്. ഫെയർ പ്രൈസ് ഷോപ്പുകൾ അത് വിതരണം ചെയ്യുന്നത് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം വഴിയാണ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതിനവർക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ഏത് രൂപത്തിലായിരിക്കാം? കമ്മീഷൻ്റെയോ മാർജിൻ്റെയോ രൂപത്തിലായിരിക്കാം. നോ GST ഓൺ സച്ച് കമ്മീഷൻ ഓർ മാർജിൻ. മറ്റൊന്ന്, പ്യുവർ സർവീസസ് പ്രൊവൈഡഡ് ടു ഗവൺമെൻറ്. പ്യുവർ സർവീസ്, പക്ക സർവീസ്. അതായത് നമ്മൾ പ്യുവർ സർവീസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സപ്ലൈക്കകത്ത് ഗുഡ്സിൻ്റെ എലമെൻറ്റ് പാടേയില്ല, കട്ട എന്ത് മാത്രമേ ഉള്ളൂ, പക്ക സർവീസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ക്ലീനിങ് സർവീസ് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഹൗസ് കീപ്പിംഗ് സർവീസ്, ഈ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി സർവീസ്, ഇതൊക്കെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് പ്യുവർ സർവീസസ് എന്ന് പറയും. സോ വി ആർ പ്രൊവൈഡിങ് പ്യുവർ സർവീസസ് ടു ഗവൺമെൻറ്. സോ പ്യുവർ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. നോക്കാം, പ്യുവർ സർവീസസ് എക്സ്ക്ലൂഡിങ് വർക്ക്സ് കോൺട്രാക്ട് സർവീസ് ഓർ അതർ കോമ്പോസിറ്റ് സപ്ലൈ ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇപ്പോൾ വർക്ക്സ് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സർവീസ് ആയിട്ടാണ് പരിഗണിക്കുന്നതെങ്കിലും അതിനകത്ത് എന്തുകൂടി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഗുഡ്സ് കൂടി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതർ കോമ്പോസിറ്റ് സപ്ലൈ, അതൊരു നമ്മൾ കോമ്പിനേഷൻ സപ്ലൈകളാണ്. ആ കോമ്പിനേഷനകത്ത് ഗുഡ്സ് കൂടി വരുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അതിൻ്റെ മെയിൻ ക്യാരക്ടർ സർവീസ് ആയിരിക്കും. അപ്പോൾ ഇത് പ്യുവർ സർവീസ് എന്ന് വെച്ചാൽ അതിനകത്ത് ഗുഡ്സ് ഉൾപ്പെടുന്നേ ഇല്ല, സർവീസ് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. അതാണ് പ്യുവർ സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് യു ആർ പ്രൊവൈഡിങ് പ്യുവർ സർവീസ് ടു സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി ഓർ ലോക്കൽ അതോറിറ്റി, ഇറ്റ് ഈസ് ആൻ എക്സംപ്റ്റഡ് സർവീസ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പല സർവീസുകളിലും നമ്മളിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് ലോക്കൽ അതോറിറ്റി കാണാൻ പറ്റില്ല, ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് ലോക്കൽ അതോറിറ്റി കാണാം, ചില സ്ഥലങ്ങളിൽ ഗവൺമെൻറ് അതോറിറ്റി, ഗവൺമെൻറ് എൻറ്റിറ്റിയോ കാണാം. അപ്പോൾ അതാണ് ഈ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളും ഗവൺമെൻറ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ വേണമെങ്കിലും തെറ്റിക്കാൻ അവർക്ക് സാധിക്കും. കാരണം പല സർവീസുകളും സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എന്താവുകയുള്ളൂ, എക്സംപ്റ്റഡ് ആവുകയുള്ളൂ. ചില സർവീസിനകത്ത് ആ ലിസ്റ്റിൽ ലോക്കൽ അതോറിറ്റിയെ കൂടി ഉൾപ്പെടുത്തും, ചിലതിനകത്ത് ഏതുകൂടി ഉൾപ്പെടുത്തും, ഗവൺമെൻറ് അതോറിറ്റിയും ഗവൺമെൻറ് എൻറ്റിറ്റിയും കൂടി ഉൾപ്പെടുത്തും. അങ്ങനെയൊക്കെ ഉണ്ട്. സോ പ്യുവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മൾ പ്യുവർ സർവീസ് ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് സർവീസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ആ പ്യുവർ സർവീസ് എന്ന് പറയുമ്പോൾ ബൈ വേ ഓഫ് എനി ആക്ടിവിറ്റി. ആ പ്യുവർ സർവീസ് എന്തുമായി ബന്ധപ്പെട്ട സർവീസ് ആയിരിക്കണം? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇൻ റിലേഷൻ ടു എനി ഫംഗ്ഷൻ എൻട്രസ്റ്റഡ് ടു ഡു എ പഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ ആക്ടിവിറ്റികൾ എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്ന? ആർട്ടിക്കിൾ 243G. അതുപോലെ തന്നെ ഫംഗ്ഷൻ എൻട്രസ്റ്റഡ് ടു എ മുനിസിപ്പാലിറ്റി അണ്ടർ ആർട്ടിക്കിൾ 243W ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്നലെ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് അവർ തന്നെയാണ്. ഒരു മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വേസ്റ്റ് ക്ലിയറൻസ് നടത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, കുടിവെള്ളം എത്തിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, വൈദ്യുതി എത്തിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, വീടില്ലാത്തവർക്ക് വീട് നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നല്ല നല്ല ഇടറോഡുകൾ കൊണ്ടുവരേണ്ടത്, അല്ലേ, സഞ്ചാര യോഗ്യമായിട്ടുള്ള ആൾക്കാർ, അതായത് പൊതുവേ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഉത്തരവാദിത്തമാണ് ഈ ലോക്കൽ ബോഡികൾക്കുള്ളത്. മുനിസിപ്പാലിറ്റി ആവട്ടെ, പഞ്ചായത്താവട്ടെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കണ്ടെത്തുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അവരെ അതിന് പ്രാപ്തരാക്കുക. ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? യെസ്, പറഞ്ഞതുപോലെ ലോക്കൽ അതോറിറ്റീസിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ സേവനങ്ങൾ ലോക്കൽ അതോറിറ്റികൾ ചെയ്യുമ്പോൾ അത് സപ്ലൈയേ അല്ല എന്ന് നമ്മൾ സപ്ലൈ എന്ന ചാപ്റ്ററിനകത്ത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴി പറഞ്ഞിട്ടുണ്ട്. ഈ ചെയ്ത പ്രവൃത്തി എന്തല്ല, സപ്ലൈയേ അല്ല. ഇനി ഇതേ ലോക്കൽ അതോറിറ്റിക്ക് ഈ പറയുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി മറ്റു പലരുടെയും സഹായം ആവശ്യമായിട്ട് വരും. അതിലൊരു വ്യക്തി എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് സർവീസ് ആണെന്ന് തൊട്ട് മുന്നത്തെ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ, സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ്, അത് ഈ പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി പറയാണ്, ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സർക്കാരിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ലോക്കൽ അതോറിറ്റിയുടെ സഹായത്താലാണ് ഈ പറയുന്ന ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്.
ഇനി ആ ഗവൺമെൻറ് ഇവിടെ ലോക്കൽ അതോറിറ്റിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി ഗവൺമെൻറ് ലോക്കൽ അതോറിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് എന്ത് വേണം? മാൻ പവർ വേണം. ഗവൺമെൻറ് പുറത്തുനിന്ന് ആൾക്കാരുടെ സഹായത്താലാണ് എന്ത് ചെയ്യുന്നത്? യെസ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിക്കാണ്. അപ്പോൾ ആ കുടിവെള്ളം എത്തിക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കഴിയത്തില്ല. അപ്പോൾ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ആരുടെ സഹായം തേടി? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായം തേടി. സോ സ്റ്റേറ്റ് ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു, യെസ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി സഹായിച്ചു. ആ സേവനം എക്സംപ്റ്റഡ് ആണ്, നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഈ കുടിവെള്ളം ഇവിടെ എത്തിക്കുന്നതിന് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ, പുറത്തുനിന്നുള്ള കോൺട്രാക്ടർമാരുടെ സഹായം കൂടി വേണം. സോ പുറത്തുനിന്നുള്ള കോൺട്രാക്ടർമാരുടെ സഹായത്താലാണ് ഇതിവിടെ എത്തിച്ചതെന്ന് വെച്ചോളൂ. ആ പുറത്തു നിന്നുള്ള കോൺട്രാക്ടർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഒരു പ്യുവർ സർവീസാണ് പ്രൊവൈഡ് ചെയ്തത്. എന്തുമായി ബന്ധപ്പെട്ട സർവീസാണ്? കോൺട്രാക്ടർ ചെയ്ത സർവീസ് എന്താണ്? കോൺട്രാക്ടർ ഇപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റിനാണ്. അതെന്തുമായി ബന്ധപ്പെട്ടാണ്? അതൊരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിനെ സഹായിക്കുന്ന ഒരു സർവീസാണ്. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ടർ ചെയ്ത പ്യുവർ സർവീസ് പൂർണ്ണമായും എക്സംപ്റ്റഡ് ആയിരിക്കും. അതാണ് പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം. ഇപ്പൊ പറഞ്ഞ പോയിന്റിന്റെ ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് 109 വന്നിരിക്കുന്നത്. പ്യുവർ സർവീസ് അല്ല, പകരം അത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കോൺട്രാക്ടർ പ്യുവർ സർവീസ് പ്രൊവൈഡ് ചെയ്താൽ അത് എക്സംപ്റ്റഡ് ആണ്. പ്യുവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, അത് ഉപയോഗിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിയെ സഹായിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ടർ ചെയ്ത സേവനം എക്സംപ്റ്റഡ് ആണ്, കാരണം കോൺട്രാക്ടർ ചെയ്ത പ്യുവർ സർവീസ്. ഇനി പ്യുവർ സർവീസ് അല്ല, കോൺട്രാക്ടർ ചെയ്തതിനകത്ത് ഗുഡ്സിൻ്റെ സപ്ലൈ കൂടി ഉൾപ്പെടുന്നുണ്ട്. അതായത് കോൺട്രാക്ടർ ചെയ്തതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും അത് എക്സംപ്റ്റഡ് ആയിരിക്കും. പക്ഷേ അതിൽ മെയിൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ സർവീസ് ആയിരിക്കണം. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ മൊത്തം സപ്ലൈയുടെ 25% മേളിൽ പോകാൻ പാടില്ല. ഉദാഹരണത്തിന് കോൺട്രാക്ടർ ഇപ്പോൾ ചെയ്ത സപ്ലൈയുടെ മൊത്തം വാല്യൂ 5 ലക്ഷം രൂപയാണ്. കോൺട്രാക്ടർ 5 ലക്ഷം രൂപയുടെ സപ്ലൈ സർക്കാരിന് ചെയ്തു എന്നിരിക്കട്ടെ. ആ 5 ലക്ഷം രൂപയുടെ സപ്ലൈയിൽ 25% എന്ന് പറയുമ്പോൾ 1.25 ലക്ഷം രൂപ വരും. അപ്പോൾ ആ 5 ലക്ഷം രൂപയ്ക്കകത്ത് ഗുഡ്സും സപ്ലൈ ചെയ്തിട്ടുണ്ട്, സർവീസും സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള ഗുഡ്സിൻ്റെ വാല്യൂ മൊത്തം വാല്യൂവിൻ്റെ 25% മേളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ആ കോൺട്രാക്ടർ ചെയ്ത സേവനം എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. അതാണ്. നോക്കൂ, composite supply of goods and services in which value of supply of goods constitute not more than 25% of the value of said composite supply provided to central government, state government, union territory, local authority by way of any activity in relation to any function entrusted to a panchayat or municipality under 243G or 243W. So ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് GST സർക്കുലർ നമ്പർ 204/16/2023, 27/10/2023. Whether supply of pure services and composite supply by a horticulture or horticulture works where value of goods constitute not more than 25% of the total value of supply made to CPWD, Central Public Works Department are eligible for exemption. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹോർട്ടിക്കൾച്ചർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർവീസ് എക്സംപ്റ്റഡ് ആണോ? അപ്പോൾ അത് ആ ചെയ്തിരിക്കുന്ന കാര്യം നമ്മുടെ ഈ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 243Gയിലും 243Wയിലും പറഞ്ഞിരിക്കുന്ന ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട സർവീസ് ആണെങ്കിൽ അതെന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. സോ പബ്ലിക് പാർക്സ് ഇൻ ഗവൺമെൻറ് റെസിഡൻഷ്യൽ കോളനീസ്, ഗവൺമെൻറ് ഓഫീസസ് ആൻഡ് അതർ പബ്ലിക് ഏരിയാസ് ആർ ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ CPWD. Maintenance of community assets, urban forestry, protection of environment, promotion of ecological aspects are functions entrusted to panchayat and municipalities under Article 243G and 243W of the Constitution. Okay. Notification number 12/2017 exempt pure services and composite supply of goods and service in which value of goods does not constitute more than 25% that are provided to central government, state government or union territory, local authority by way of any activity in relation to any function entrusted to a panchayat under Article
243G of the Constitution in relation interested to a. അപ്പോൾ ആ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സേവനം എന്തുമായി ബന്ധപ്പെട്ടാണ്? അത് ആർട്ടിക്കിൾ 243Gയിലും 243Wയിലും പറയുന്ന ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയാണ്, മെയിൻ്റനൻസ് ഓഫ് കമ്മ്യൂണിറ്റി അസറ്റ്സ്, അർബൻ ഫോറസ്ട്രി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഫങ്ഷൻസിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് എക്കോളജിക്കൽ ആസ്പെക്ട്സ് ആർ ഫങ്ഷൻസ് ഇൻട്രസ്റ്റഡ് ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയണം, അക്കോർഡിംഗ്ലി ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് സപ്ലൈ ഓഫ് പ്യുവർ സർവീസസ് ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ ബൈ വേ ഓഫ് ഹോർട്ടിക്കൾച്ചർ വർക്ക്സ് made to CPWD are eligible for exemption from GST. സോ അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. ദെൻ 110 സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ്റൽ അതോറിറ്റി. പിന്നെ ഗവൺമെൻറ്റൽ അതോറിറ്റിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പോയിന്റ് പറയാണ്. ബൈ വേ ഓഫ് ഗവൺമെൻറ്റൽ അതോറിറ്റി വാട്ടർ സപ്ലൈ നടത്തുന്നു, പബ്ലിക് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നു, സാനിറ്റേഷൻ കൺസർവൻസി പ്രൊവൈഡ് ചെയ്യുന്നു, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, സ്ലം ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് അപ്ഗ്രഡേഷൻ, ഇവയെല്ലാം തന്നെ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കണക്കാക്കുക. സോ ഇതോടുകൂടി ഒരു വളരെ വലിയൊരു ഏരിയ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ്? സപ്ലൈ ബൈ ഗവൺമെൻറ് ആൻഡ് സപ്ലൈ ടു ഗവൺമെൻറ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ സർവീസസിനെ പറ്റിയാണ്. സോ കൺസ്ട്രക്ഷൻ സർവീസസുകൾക്ക് GST ഇളവുണ്ട്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നു, റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു, പാലം കൺസ്ട്രക്ട് ചെയ്യുന്നു, ഇതൊക്കെയാണ് കൺസ്ട്രക്ഷൻ സർവീസസ്. സോ കൺസ്ട്രക്ഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് GST എക്സംഷൻ ഉണ്ട്. പക്ഷേ എല്ലാ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സിനും ഈ പറയുന്ന ഇളവില്ല. നമുക്ക് നോക്കാം. സർവീസസ് പ്രൊവൈഡഡ് ബൈ പ്യുവർ ലേബർ കോൺട്രാക്ട്. ഇത് മെറ്റീരിയൽ സപ്ലൈ ഇല്ല, പകരം ലേബർ സപ്ലൈ മാത്രമേ ഉള്ളൂ. ഓക്കെ, പണിക്ക് ആളെ കൊടുക്കുന്നു, പണി ചെയ്ത് കൊടുക്കുന്നു. കാരണം പ്യുവർ ലേബർ കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൺസ്ട്രക്ഷൻ, എറക്ഷൻ, കമ്മീഷനിങ്, ഇൻസ്റ്റലേഷൻ, കംപ്ലീഷൻ, ഫിറ്റിംഗ് ഔട്ട്, റിപ്പയർ, മെയിൻ്റനൻസ്, റെനോവേഷൻ ഓർ ഓൾട്ടറേഷൻ. ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടും. ഓഫ് എ സിവിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം, ഓർ എനി അതർ ഒറിജിനൽ വർക്ക്സ്. ആദ്യമായിട്ട് ചെയ്യുന്ന പണികളെയാണ് നമ്മൾ ഒറിജിനൽ വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പെർട്ടൈനിങ് ടു beneficiary-led individual house construction or enhancement. Beneficiary-led individual house construction or enhancement under Housing for All Urban Mission or Pradhan Mantri Awas Yojana. അതായത് പ്രധാൻ മന്ത്രി ആവാസ് യോജന, PMAY പദ്ധതി. ഈ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് പണം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീടില്ലാത്ത ആൾക്കാർക്ക് PMAY പദ്ധതി പ്രകാരം വീട് വെക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ പ്യുവർ ലേബർ കോൺട്രാക്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ PMAY പദ്ധതിയുടെ കീഴിൽ വരുന്ന സിവിൽ സ്ട്രക്ചറുകളുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീഷനുമായി ബന്ധപ്പെട്ടാണ്, റിപ്പയറുമായി ബന്ധപ്പെട്ടാണ്, മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടാണ് ഒക്കെയാണ് പ്യുവർ ലേബർ കോൺട്രാക്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് പൂർണ്ണമായും എക്സംപ്റ്റഡ് സർവീസ് ആയിരിക്കും. അതാണ് പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. അപ്പോൾ അതൊരു സർക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാമാണ്, പദ്ധതിയാണ്. വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ആ പദ്ധതി പ്രകാരമുള്ള വീട് നിർമ്മാണത്തിനാണ് ഈ എന്ത് ചെയ്യുന്നത്? പ്യുവർ ലേബർ കോൺട്രാക്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതൊരു എക്സംപ്റ്റഡ് സർവീസ് ആയിരിക്കും. ദെൻ വീണ്ടും സർവീസസ് ബൈ വേ ഓഫ് വീണ്ടും പ്യുവർ ലേബർ കോൺട്രാക്ട്, കൺസ്ട്രക്ഷൻ, എറക്ഷൻ, കമ്മീഷൻ, ഇൻസ്റ്റലേഷൻ ഓഫ് ഒറിജിനൽ വർക്ക് പെർട്ടൈനിങ് ടു സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സർക്കാർ പദ്ധതി ഒന്നുമല്ല. ഒരാൾ സ്വന്തം കാശെടുത്തോ ലോൺ എടുത്തോ ഒരു വീട് വെക്കുകയാണ്. പക്ഷേ അതൊരു സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ്. സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വീട്. ഓക്കെ, അതൊരു ഹൗസിംഗ് കോംപ്ലക്സ് എന്നല്ല. അപ്പോൾ ഒരു സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതർവൈസ് ദാൻ ആസ് എ പാർട്ട് ഓഫ് എ റെസിഡൻഷ്യൽ കോംപ്ലക്സ്, ഒറ്റ വീടായിട്ട് പണിയാണ്. ഞാനിപ്പോൾ ഒരു വീട് പണിയുന്നു, അതിലെനിക്ക് ഒരാൾ വന്നിട്ട് എനിക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് പ്യുവർ ലേബർ കോൺട്രാക്ട് പ്രൊവൈഡ് ചെയ്താൽ അയാൾ ചെയ്തിരിക്കുന്ന സർവീസ് എക്സാം. പക്ഷെ വർക്ക്സ് കോൺട്രാക്ട് സർവീസ് ആണെങ്കിൽ അത് ടാക്സബിൾ ആണ്. പ്യുവർ ലേബർ കോൺട്രാക്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് എന്താണ്? എക്സംപ്റ്റഡ് സർവീസാണ്. ഈ ഒറിജിനൽ വർക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു, എല്ലാ പുതിയ തരത്തിലുള്ള പുതുതായിട്ട് ചെയ്യുന്ന വർക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഒറിജിനൽ വർക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് it includes all new constructions ഉൾപ്പെടുന്നുണ്ട്. all types of additions and alterations to abandoned or damaged structures on land that are required to make them workable.
So an erection, commission, or installation of planned machinery or equipment or structure, whether prefabricated or otherwise. A single residential unit in the അർത്ഥം നമ്മൾ പറഞ്ഞു തന്നെയാണ് എ സെൽഫ് കണ്ടെയ്ൻഡ് റെസിഡൻഷ്യൽ യൂണിറ്റ് വിച്ച് ഈസ് ഡിസൈൻഡ് യൂസ് ഹോളി ഓർ പ്രിൻസിപ്പലി ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് ഫോർ വൺ ഫാമിലി. ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു വീടിനെയാണ് നമ്മൾ സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതും റെസിഡൻഷ്യൽ പർപ്പസ് ആയിരിക്കണം, കമേർഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാവാൻ പാടില്ല. ഒരു കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു നിലയോ രണ്ട് നിലയോ ആകാം. ഒരു സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. സോ ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ സർവീസ്. കൺസ്ട്രക്ഷൻ സർവീസിനകത്ത് 2 പോയിന്റുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ലീസിംഗ് സർവീസ് എന്ന് പറയുന്നത് അതൊരു നിശ്ചിത പീരീഡിന് മേളിൽ അളവിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ ലീസിംഗ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാൻഡ് ലീസിന് കൊടുക്കുന്നു, പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡറേഷൻ മേടിക്കുന്നു. അത് ചിലപ്പോൾ നമ്മൾ ഒരു വലിയ കൺസിഡറേഷൻ ഒറ്റയടിക്ക് ആദ്യമേ തന്നെ മേടിക്കും. അതിനാണ് അപ്ഫ്രണ്ട് എന്ന് പറയും. അപ്ഫ്രണ്ട് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു 1 ടൈം അപ്ഫ്രണ്ട് എമൗണ്ട് മൊത്തത്തിൽ എങ്ങ് മേടിക്കുന്നു. മേടിച്ചിട്ട് എൻ്റെ സ്ഥലം എന്ത് ചെയ്യണം, നീ യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് GST വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും GST വാങ്ങും. പക്ഷേ ഇവിടെ പറയാണ്, ചില ആൾക്കാർ ഇത്തരത്തിൽ ചെയ്താൽ അതിന് എക്സംഷൻ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളൊക്കെയാണ് ഇത് ലീസ് ചെയ്യുന്നതെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. 1 ടൈം അപ്ഫ്രണ്ട് എമൗണ്ട്, അതിന് പല പേരുകൾ പറയും. 1 ടൈം അപ്ഫ്രണ്ട് എമൗണ്ടിന് പല സാഹചര്യങ്ങളിൽ പല പേരുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സംഭവം അപ്ഫ്രണ്ട് എമൗണ്ട് ആണ്. ലെവിയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ദി സർവീസ് ബൈ വേ ഓഫ് ഗ്രാൻഡിങ് ലോങ് ടേം ലീസ്. ലോങ് ടേം ലീസ്. ലോങ് ടേം ലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മിനിമം 30 വർഷമോ അതിൽ കൂടുതലോ ആയിരിക്കണം. അതാണ് ലോങ് ടേം ലീസിൻ്റെ പ്രത്യേകത. നമ്മൾ മിനിമം 30 വർഷമോ അതിലധികമോ വരുന്ന പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ലീസിന് കൊടുക്കുകയാണ്. എന്താണ് ഇവിടെ ലീസിന് കൊടുത്തിരിക്കുന്നത്? ഇൻഡസ്ട്രിയൽ പ്ലോട്ട്, വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി. ഓക്കെ. അതുപോലെ തന്നെ ഓർ പ്ലോട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഫൈനാൻഷ്യൽ ബിസിനസ്. അതുപോലെ തന്നെ പ്ലോട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട്, റോഡുകൾ, കെട്ടിടങ്ങൾ, പാർക്കുകൾ, ഇവയുടെയൊക്കെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഫോർ ഫൈനാൻഷ്യൽ ബിസിനസ്, സാമ്പത്തികമായിട്ടുള്ള കമേർഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭൂമി നമ്മൾ എന്ത് ചെയ്യുകയാണ്, പാട്ടത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇത് ആര് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്, ഈ സർവീസ് ആര് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അത് എക്സംപ്റ്റഡ് ആവുക? പ്രൊവൈഡഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇപ്പോൾ നമ്മൾ KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇതുപോലെ എല്ലാ സ്റ്റേറ്റിലും ഇതുപോലത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസുകൾ വർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇത്തരം സ്ഥാപനങ്ങൾ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ഭൂമികൾ പാട്ടത്തിന് കൊടുത്താൽ ആ ചെയ്യുന്ന സേവനം പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുകൾ മാത്രമല്ല, ഓർ ബൈ എനി അതർ എൻറ്റിറ്റി, അതൊരു മറ്റൊരു കച്ചവട സ്ഥാപനം ആവാം, ഹാവിങ് 20% ഓർ മോർ ഓണർഷിപ്പ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ആ സ്ഥാപനത്തിൽ മിനിമം 20% ഓണർഷിപ്പ് സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ യൂണിയൻ ടെറിട്ടറിക്കോ ഉണ്ടായിരിക്കണം. or the developers in any industrial or financial business area has been exempted. So അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇത് ഗവൺമെൻറ് കൺസേൺഡ് ഷാൽ മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് ദി അബോവ് കണ്ടീഷൻ ആസ് പെർ ദി ഓർഡർ ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദിസ് റിഗാർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഭൂമി പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊടുത്ത പർപ്പസിന് വേണ്ടി തന്നെയാണോ ആ ഭൂമി പിൽക്കാലത്ത് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങൾ അത് ക്ലോസ്ലി വാച്ച് ചെയ്യുക കൂടി ചെയ്യും. ഇൻ കേസ് എനി വയലേഷൻ ഓർ സബ്സിക്വൻറ്റ് ചേഞ്ച് ഓഫ് ലാൻഡ് യൂസ്, ഭൂമിയുടെ വിനിയോഗത്തിൽ പിന്നീട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു എനി റീസൺ, ഓക്കെ, അത് എന്ത് കാരണത്താലാണെങ്കിൽ തന്നെയും ദ ഒറിജിനൽ lessee as well as any subsequent lessee or buyer or owner shall jointly and severally, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചും അല്ലാതെയും, jointly and severally liable to pay such amount of central tax as would have been payable on the upfront amount charged for the long term lease on the plot but for the exemption contained herein along with the applicable interest and penalty. അപ്പോൾ നേരത്തെ നമുക്ക് ലഭിച്ച എക്സംഷൻ നഷ്ടപ്പെടുകയും നേരത്തെ അടയ്ക്കാതിരുന്ന GST, നേരത്തെ ഇളവ് കാരണം നമുക്ക് ഒഴിവായി കിട്ടിയ GST, പലിശയും പെനാൽറ്റിയും ചേർത്ത് ഈ പറയുന്ന എല്ലാ വ്യക്തികളും, ഇതിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ വ്യക്തികളും പിന്നീട് അടയ്ക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പോയിന്റ്.
ശരി, അപ്പോൾ അതാണ് ആ ഒരു അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു പോയിന്റ് നമ്പർ 113. ലീസിംഗ് സർവീസിൽ നമുക്ക് ഒരു സർവീസ് കൂടിയാണ് നമുക്കിനി പറയാനുള്ളത്. 114 സപ്ലൈ ഓഫ് TDR/FSI, ട്രാൻസ്ഫർ ഓഫ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ്, അതുപോലെ തന്നെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, GST നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പഠിച്ചില്ലായിരുന്നോ? സോ റിവേഴ്സ് ചാർജ് മെക്കാനിസം നമ്മൾ പഠിച്ചപ്പോൾ ഇതേ പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു ലാൻഡിൻ്റെ ഓണർ, അയാൾ ആ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് എന്ത് ചെയ്യാണ്? കൈമാറുകയാണ്. ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് ഒരു ബിൽഡർക്ക്, പ്രൊമോട്ടർക്ക് കൈമാറുകയാണ്. ആ ചെയ്തിരിക്കുന്നത് ഒരു സർവീസാണ്. ആ സർവീസിൻ്റെ മേളിൽ GST വരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും GST വരും. ആരാണ് അതിന് GST പേ ചെയ്യേണ്ടത്? അത് ആ പ്രൊമോട്ടറാണ് അതിന് GST പേ ചെയ്യേണ്ടത്. പറഞ്ഞു വരുന്നത് ഇതേ സർവീസിന് however there are exemption. സോ എക്സംഷൻ പറയുന്നത് ഇതാണ്. നോക്കൂ, എൻ്റെ ഭൂമി ഞാനൊരു പ്രൊമോട്ടർക്ക്, ഒരു ബിൽഡർക്ക് കൊടുത്തു. അതിൻ്റെ പവർ ഓഫ് അറ്റോർണി അദ്ദേഹത്തിന് കൈമാറി. അവിടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ചെയ്യുവാനുള്ള അനുവാദം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അവിടെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുകയും ചെയ്തു. ഞാൻ ചെയ്തിരിക്കുന്ന സർവീസ് എക്സംപ്റ്റഡ് ആണോ? ഇതാണ് ചോദ്യം. ഇനിഷ്യലി ഐ വിൽ ഗെറ്റ് എക്സംഷൻ ഓൺ എ കണ്ടീഷൻ ദാറ്റ്. എന്താണ് കണ്ടീഷൻ? അവിടെ കെട്ടിടം പണി ചെയ്യുന്ന വ്യക്തി, ആ കെട്ടിടം നിർമ്മിക്കുന്ന വ്യക്തി കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തിരിക്കണം? പൂർത്തിയാക്കിയിരിക്കണം. അതായത് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി, ആ പറയുന്ന വ്യക്തി, അതായത് ആ പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിരിക്കണമെന്നല്ല, കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിരിക്കണം. എന്തായാലും കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ ആ പറയുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം? വിറ്റ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയിൽ അയാൾ പണിയുന്നത്, ഇപ്പോൾ ഒരു 20 വീടാണ് പണിയുന്നതെങ്കിൽ ആ 20 വീടും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിരിക്കണം? വിറ്റ് തീർത്തിരിക്കണം. അങ്ങനെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ അയാൾ ആ ഓരോ വീടും വിറ്റ് തീർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് പ്രൊവൈഡ് ചെയ്ത ഈ ഡെവലപ്മെൻറ്റ് റൈറ്റ് ട്രാൻസ്ഫർ ഓഫ് ഡെവലപ്മെൻറ്റ് റൈറ്റ് എന്ന് പറയുന്ന സർവീസ് പൂർണ്ണമായിട്ട് എക്സംപ്റ്റഡ് ആണ്. അവിടെ അയാൾക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ലൈബിലിറ്റി വരില്ല. പിന്നെ എന്തായാലും സംഭവിക്കുക? അപ്പോൾ പിന്നെ സർക്കാരിന് ഇതുവഴി എന്താണ് GST? ഞാനും കാശുണ്ടാക്കി, പ്രോപ്പർട്ടി നിർമ്മിച്ച് വിറ്റ് അയാളും കാശുണ്ടാക്കി. അപ്പോൾ സർക്കാരിന് GST വേണ്ടെന്നാണോ? സർക്കാർ GST ഈടാക്കും. എപ്പോഴാണ്? നോക്കൂ, എൻ്റെ സ്ഥലം ഞാനൊരു പ്രൊമോട്ടർക്ക് കൊടുത്തു. ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഉറപ്പായും ഒരു എക്സംപ്റ്റഡ് സർവീസാണ്. പറഞ്ഞല്ലോ, ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ടും ഒരു എക്സംപ്റ്റഡ് സർവീസാണ്. ഓക്കെ, പ്രൊമോട്ടർക്ക് കൊടുക്കുന്ന ഒരു എക്സംപ്റ്റഡ് സർവീസ്. പ്രൊമോട്ടർ അവിടെ എന്ത് ചെയ്തു? വീടുകൾ പണിതു. പക്ഷേ വീട് പണി പൂർത്തിയാകുന്നതിന് മുന്നേ അയാൾ അത് വിൽക്കുകയും ചെയ്തു. അപ്പോൾ അയാൾ ചെയ്തത് അവിടെ എന്തായി മാറുകയാണ്? ദ സപ്ലൈ മെയ്ഡ് ബൈ ഹിം ഈസ് എ സർവീസ്. നമുക്കറിയാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടികൾ കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്നതിന് മുന്നേ വിറ്റിട്ടുണ്ടെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസായി കണക്കാക്കണം എന്ന് നമ്മൾ ഷെഡ്യൂൾ 2 കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്, അയാൾക്ക് GST ലൈബിലിറ്റി വരും. അയാളോട് 20 വീടുകൾ പണിതു. ആ 20 വീടും പണി പൂർത്തിയാകുന്നതിന് മുന്നേ അയാൾ വിറ്റാൽ അയാൾ ചെയ്തിരിക്കുന്നത് ഒരു സർവീസാണ്, കൺസ്ട്രക്ഷൻ സർവീസാണ്. അതിന് അയാൾക്ക് GST ലൈബിലിറ്റി വരും. അതിന് അയാൾ GST പേ ചെയ്തേ പറ്റുമോ? പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് ഡെവലപ്മെൻറ്റ് റൈറ്റ് എന്ന് പറയുന്ന സർവീസ് അവിടെ എന്താവുകയും ചെയ്യും? എക്സംപ്റ്റഡ് ആവുകയും ചെയ്യും. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. സപ്ലൈ ഓഫ് TDR/FSI, അതുപോലെ തന്നെ ലോങ് ടേം ലീസ് ഓഫ് ലാൻഡ് ബൈ എ ലാൻഡ് ഓണർ ടു എ ഡെവലപ്പർ ഹാവ് ബീൻ എക്സംപ്റ്റഡ് സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് constructed flat residential only are sold before the issuance of completion certificate and tax is paid on them. സോ അവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഫ്ലാറ്റ്, ആ പ്രൊമോട്ടർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഫ്ലാറ്റ്, അതും റെസിഡൻഷ്യൽ ഫ്ലാറ്റ്, ആർ സോൾഡ്, നമ്മൾ വിറ്റിരിക്കണം. എപ്പോൾ വിറ്റിരിക്കണം? ബിഫോർ ഇഷ്യൂവൻസ് ഓഫ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. മാത്രമല്ല അതിൻ്റെ മേലുള്ള ടാക്സ് എന്ന് വെച്ചാൽ GST അയാൾ എന്ത് ചെയ്തിരിക്കണം? പേ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ദെൻ എക്സംഷൻ ഓഫ് TDR/FSI ലോങ് ടേം ലീസ്. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ എക്സംഷൻ ഷാൽ ബി വിഡ്രോൺ, അത് വിഡ്രോ ചെയ്യപ്പെടും ഇൻ കേസ് ഓഫ് ഫ്ലാറ്റ് സോൾഡ് ആഫ്റ്റർ ഇഷ്യൂ ഓഫ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ഇനി അതിൽ ഈ പറയുന്ന ഫ്ലാറ്റുകൾ വിറ്റുപോയി, പക്ഷേ അതിൽ ചില ഫ്ലാറ്റുകൾ വിറ്റിരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, എപ്പോഴാണ് വിറ്റിരിക്കുന്നത്? ആഫ്റ്റർ കംപ്ലീഷൻ. സോ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് അയാൾ വിൽക്കുന്നതെങ്കിൽ അയാൾ വിറ്റത് ഇപ്പോൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിൻ്റെ മേളിൽ എന്ത് വരില്ല? GST ലൈബിലിറ്റി വരില്ല. അപ്പോൾ എനിക്ക് എക്സംഷനും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ചെയ്ത സപ്ലൈക്ക് എക്സംഷനും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത സപ്ലൈക്ക് ഞാൻ എന്ത് അടയ്ക്കേണ്ടി വരും? GST പേ ചെയ്യേണ്ടി വരും.
അപ്പോൾ ഞാൻ ആ എനിക്ക് കിട്ടിയ മൊത്തം തുകയ്ക്ക് ഞാൻ GST അടയ്ക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. ബട്ട് സച്ച് എനിക്ക് കിട്ടിയ എക്സംഷൻ വിഡ്രോ ചെയ്യപ്പെടും. ബട്ട് സച്ച് വിഡ്രോവൽ ഷാൽ ബി ലിമിറ്റഡ് ടു 1% ഓഫ് ദ വാല്യൂ ഇൻ കേസ് ഓഫ് അഫോർഡബിൾ ഹൗസസ്. പക്ഷേ എനിക്ക് എക്സംഷൻ വിഡ്രോ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ GST പേ ചെയ്യേണ്ടി വരും. എനിക്ക് GST ലയബിലിറ്റി വരും. എത്ര രൂപയുടെ മേളിലുള്ള GST ലയബിലിറ്റിയാണ് വരിക? ആ വിറ്റ വീടിൻ്റെ 1% എടുക്കുക. ആ 1%-ൻ്റെ മേളിലുള്ള GST ലയബിലിറ്റിയെ വരത്തുള്ളൂ. പിന്നെ അത് നിങ്ങൾക്കറിയാം, റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ്. അത് ആരാണ് പേ ചെയ്യേണ്ടത്? റെസിപ്പിയൻ്റ് ആണ് പേ ചെയ്യേണ്ടത്. ഇനി അത് 5% ഓഫ് ദ വാല്യൂ ഇൻ കേസ് ഓഫ് അതർ ദാൻ അഫോർഡബിൾ ഹൗസ്. അഫോർഡബിൾ ഹൗസ്, അതർ ദാൻ അഫോർഡബിൾ ഹൗസ്. അഫോർഡബിൾ ഹൗസ് ആണെങ്കിൽ 1% ഓഫ് ദ വാല്യൂ. അതർ ദാൻ അഫോർഡബിൾ, നോൺ അഫോർഡബിൾ ഹൗസ് ആണെങ്കിൽ 5% ഓഫ് ദി വാല്യൂ. അതിന് മേലുള്ള GST ആണ്. ആ വാല്യൂ ആണ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത്? യെസ്, വിഡ്രോ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ലീസിംഗ് സർവീസസ്. സോ വിത്ത് ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് സർട്ടൺ സ്പെസിഫിക് സർവീസ് റിലേറ്റഡ് എക്സംഷൻസ് നമ്മൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറേ ജനറൽ എക്സംഷൻസ് ആണ്. സോ അതർ എക്സംപ്റ്റ് സർവീസസ് ആണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, സോ നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതർ എക്സംപ്റ്റഡ് സർവീസസ്. അതായത് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഏരിയ, ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. അതർ എക്സംപ്റ്റ് സർവീസസ് ഏതൊക്കെയാണ്, മറ്റ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്കുള്ളിൽ വരുന്നതല്ല, ബാക്കി ജനറലായിട്ട് വരുന്ന എല്ലാ സർവീസസ്, എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസസിനെ എല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ ഒറ്റ ഗ്രൂപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയാണ്, ടാക്സബിൾ സർവീസസ് പ്രൊവൈഡഡ് ഓർ ടു ബി പ്രൊവൈഡഡ് by a technology business incubator. Technology business incubator or TBI എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ പറയും. or a science and technology entrepreneurship park, STEP STEP എന്ന് പറയും. ഇവരാരാണ് എന്നുള്ളത് ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. സോ ഈ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് പാർക്ക് recognized by National Science and Technology Entrepreneurship Development Board, NSTEDB, National Science and Technology Entrepreneurship Development Board, coming under the Department of Science and Technology, Government of India. So India government ന്റെ കീഴിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. അതിന് കീഴിൽ വരുന്ന ഒരു സമിതിയാണ്, ഒരു ബോർഡാണ് NSTEDB എന്ന് പറയുന്ന നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസിനെയും ടെക്നോളജിയെയും ബേസ് ചെയ്ത് ദേശീയ തലത്തിൽ, അതായത് നാഷണൽ ലെവലിൽ ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സ്ഥാപനമാണ്, സമിതിയാണ്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻസ് ആൻഡ് ടെക്നോളജിയെ മുൻനിർത്തി കൂടുതൽ ഓൺട്രപ്രണർഷിപ്പ് സ്ഥാപനങ്ങൾ മുന്നിലേക്ക് വരണം. അതായത് പുതിയ പുതിയ ഓൺട്രപ്രണേഴ്സ് സയൻസും ടെക്നോളജീസും ഉപയോഗിച്ച് പുതിയ പുതിയ പ്രോഡക്ട്സും സർവീസും ഇന്നൊവേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള, ആഗ്രഹമുള്ള, അതിന് എഫിഷ്യൻ്റായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ NSTEDBയുടെ ഉദ്ദേശം. സോ നിങ്ങൾ അത്തരത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡിനെ സമീപിക്കാം. ദേ വിൽ അസിസ്റ്റ് യു. ഇവരെങ്ങനെയാണ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങുവാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിത്തരും. ഇതിനുവേണ്ടി NSTEDB റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് പാർക്കുകൾ നമ്മുടെ രാജ്യത്തുടനീളമുണ്ട്. അവിടെ ഈ പറയുന്ന, ഇപ്പോൾ ടെക്നോ പാർക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഇപ്പോൾ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതേമാതിരിയുള്ള സ്ഥലങ്ങളുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഓൺട്രപ്രണർഷിപ്പ് പാർക്ക്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം എന്ത് ചെയ്യാൻ പറ്റും, സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യവും ഇവർ ചെയ്തു തരും. ഓക്കെ, അതേപോലെ തന്നെ ഓർ ബയോ ഇൻക്യുബേറ്റേഴ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് കീഴിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. എന്താണ് അവരുടെ കീഴിൽ ഈ ബയോ ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ NSTEDB പോലെ തന്നെ
നിങ്ങൾക്ക് NST-EDBയെ സമീപിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സയൻസ് ബയോടെക്നോളജിയിലാണ് നിങ്ങൾ പ്രാവീണ്യമുള്ളതെങ്കിൽ ആ മേഖലയിലാണ് നിങ്ങൾ ഇന്നൊവേഷൻ ചെയ്ത് പ്രോഡക്ട്സ് കണ്ടുപിടിക്കാൻ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബയോ ഇൻക്യുബേറ്റേഴ്സിനെ നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് സാധിക്കും. യെസ്, സോ ഈ ബയോ ഇൻക്യുബേറ്റേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യും? യെസ്, ഇപ്പോൾ ബയോ ഇൻക്യുബേറ്റേഴ്സ്, അതുപോലെ തന്നെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക്, ഓൺടർപ്രണർഷിപ്പ് പാർക്ക്, ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എക്സംപ്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടാക്സബിൾ സർവീസ് പ്രൊവൈഡഡ് ഓർ ടു ബി പ്രൊവൈഡഡ് ബൈ ദിസ് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ, ബയോ ഇൻക്യുബേറ്റർ, STEP, ഇവരെല്ലാവരും ചെയ്യുന്ന സേവനങ്ങൾ എക്സംപ്റ്റഡ് ആണ്. ശരിക്കും ഇവർ ആർക്കാണ് ഈ സേവനം പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങൾക്കാണ്. നിങ്ങളാണ് അത്തരത്തിലൊരു ഓൺടർപ്രണർ എങ്കിൽ, നിങ്ങളാണ് അങ്ങനെ ഒരു ഇന്നോവേറ്റർ എങ്കിൽ നിങ്ങൾക്കാണ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം അവിടെ പൂർണ്ണമായിട്ടും എക്സംപ്റ്റഡ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് നമ്പർ 116. നെക്സ്റ്റ് 117, സർവീസസ് പ്രൊവൈഡഡ് ബൈ ആൻ ഇൻക്യുബേറ്റീ. അപ്പോൾ ആരാണ് ഈ ഇൻക്യുബേറ്റീവ്? തൊട്ട് മേളിലത്തെ പോയിന്റ് റിലേറ്റ് ചെയ്ത് വേണം നമ്മളിത് പറയാൻ. ഇൻക്യുബേറ്റീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ ആ ഓൺടർപ്രണർ അല്ലെങ്കിൽ ആ ഇന്നോവേറ്ററെയാണ് നമ്മൾ ഇൻക്യുബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ആ ഇൻക്യുബേറ്റർ, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ ബയോ ഇൻക്യുബേറ്റർ നിങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻക്യുബേറ്റ്. സോ ഇഫ് യു ആർ എൻ ഇൻക്യുബേറ്റി, ദർ ഈസ് GST exemption ഫോർ യുവർ ബിസിനസ് ഓൾസോ. നിങ്ങൾ ചെയ്യുന്ന സപ്ലൈക്കും, നിങ്ങളൊരു ഇൻക്യുബേറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സപ്ലൈക്കും GST exemption ഉണ്ടായിരിക്കും, ബട്ട് സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻ. നിങ്ങളുടെ ടേൺ ഓവർ അപ് ടു എ ടോട്ടൽ ടേൺ ഓവർ ഓഫ് 50 lakh ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ. നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയിരിക്കാൻ പാടില്ല. സർവീസ് പ്രൊവൈഡഡ് ബൈ എൻ ഇൻക്യുബേറ്റി അപ് ടു എ ടോട്ടൽ ടേൺ ഓവർ ഓഫ് 50 lakh ഇൻ എ ഫൈനാൻഷ്യൽ. 50 ലക്ഷം രൂപ ടേൺ ഓവർ വരുന്നത് വരെ നിങ്ങൾ GST പേ ചെയ്യേണ്ട ആവശ്യമില്ല, സബ്ജക്ട് ടു ദി ഫോളോയിങ് കണ്ടീഷൻസ്. 50 ലക്ഷം ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി വരുന്ന എമൗണ്ട് നിങ്ങൾ GST പേ ചെയ്യേണ്ടി വരും. ബട്ട് ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്. എന്തൊക്കെയാണ്? The total turnover had not exceeded 50 lakh during the preceding financial year. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 50 ലക്ഷത്തിന് മേളിൽ പോകാൻ പാടില്ല. And a period of 3 years has not elapsed from the date of entering into an agreement as an incubator. നിങ്ങളൊരു ഇൻക്യുബേറ്റി ആയി 3 വർഷം ലാപ്സ് ആവാനും കഴിയാനും പാടില്ല. ഈ രണ്ട് കണ്ടീഷനും ഇഫ് യു ആർ സാറ്റിസ്ഫൈയിങ്, അങ്ങനെയാണെങ്കിൽ എന്താണ് പോയിന്റ്? നിങ്ങൾക്ക് GST ലൈബിലിറ്റിയിൽ നിന്ന് ഇളവുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന സപ്ലൈക്ക് GST ലൈബിലിറ്റിയിൽ നിന്ന് ഇളവുണ്ടാവും. സോ ആരാണ് ഇൻക്യുബേറ്റി? നേരത്തെ പറഞ്ഞ TBIയിലോ STPയിലോ അതുപോലെ തന്നെ ബയോ ഇൻക്യുബേറ്ററിലോ പ്രവർത്തിക്കുന്ന ഓൺടർപ്രണറെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ഇൻക്യുബേറ്റി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. 118, ട്രാൻസ്മിഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി വിതരണം ബൈ ആൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റി. അതായത് എക്സാമ്പിൾ നമ്മുടെ KSEB. സർക്കാർ ലൈസൻസോടുകൂടി അനുവാദത്തോടുകൂടി വൈദ്യുതി വിതരണം ചെയ്യാൻ അനുവാദമുള്ളവരെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റി എന്ന പേരിട്ട് വിളിക്കുന്നു. സോ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് GST ഉണ്ടാവുകയില്ല. ദാറ്റ് ഷാൽ ബി എക്സംപ്റ്റഡ്. അതാണ് പോയിന്റ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ പോയിന്റുകളൊക്കെ ഉണ്ട്, അതെല്ലാം കട്ട് ചെയ്തു. ഇവിടെ പറയുന്നത് ട്രാൻസ്മിഷൻ, വൈദ്യുതി വിതരണത്തിന് GST ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തത് സപ്ലൈ ഓഫ് സർവീസസ് ബൈ വേ ഓഫ് providing metering equipment on rent, testing for meters or transformers or capacitors, releasing electricity connection, shifting of meters, service lines, issuing duplicate bills, etc., which are incidental or ancillary to the supply of transmission and distribution of electricity provided by electricity transmission and distribution utility to their consumer. നോക്കൂ, KSEB ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറെ എന്തെല്ലാം അനുബന്ധമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുമ്പോഴും അവർ ആ മീറ്റർ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചല്ല, വാടകയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീറ്ററാണ്. മീറ്റർ വാടക എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്, അതിനും GST ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ മീറ്ററും ട്രാൻസ്ഫോമറും കപ്പാസിറ്ററും ഒക്കെ നമ്മുടെ ഇപ്പോൾ ബിസിനസ് സ്ഥാപനത്തിലാവട്ടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാവട്ടെ, ഇതൊക്കെ പരിശോധിക്കാൻ വരുമ്പോൾ അവർ നമ്മുടെ ഇതൊരു ചാർജ് ഈടാക്കും, അതിനും GST ഇല്ല. ഇലക്ട്രിസിറ്റി കണക്ഷന് വേണ്ടി നമ്മൾ ഇനിഷ്യലി ഒരു ഫീസ് അടയ്ക്കേണ്ടി വരും, അതിനും GST ഇല്ല. നമ്മളിപ്പോൾ മീറ്റർ ഒരിടത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ സർവീസ് ലൈനുകൾ നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് അതിനകത്ത് അടയ്ക്കേണ്ടി വരും. GST ഇല്ല. നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് നഷ്ടപ്പെട്ടു, ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ആവശ്യപ്പെടുകയാണ്, അതിനവർ ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് എക്സ്ട്രാ ചാർജ്, ചെറിയ ചാർജേ ഉള്ളൂ. പറഞ്ഞു വരുന്നത് ഇത്തരം ചാർജുകളുടെ മേളിൽ ഒന്നും തന്നെ എന്തുണ്ടാവുകയില്ല, GST ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്, സർവീസസ് സപ്ലൈഡ് ബൈ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റി, നമ്മുടെ KCB ബൈ വേ ഓഫ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ KCB കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ എറക്ഷൻ, കമ്മീഷനിങ്, ഇൻസ്റ്റലേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. സോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അവർ ചെയ്യും. എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ്? ഫോർ എക്സ്റ്റെൻഡിങ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഈ പോസ്റ്റുകളൊക്കെ നാട്ടി ഈ ലൈൻ വലിച്ച് കൊണ്ടുപോകുന്നതൊക്കെ ഒരു തരം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റികളും എറക്ഷൻ ആക്ടിവിറ്റികളും അല്ലേ? അപ്പോൾ ഇത് KCB ചെയ്യാണ്. ഇത്തരം സർവീസ് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ഒരു 10 പോസ്റ്റ് വെച്ചാൽ മാത്രമേ ഇലക്ട്രിസിറ്റി അവിടെ എത്തുള്ളൂ എങ്കിൽ ഈ നമ്മൾ കാശ് കൊടുക്കണം. അവർ ഈ പോസ്റ്റ് നാട്ടി അവിടെ വരെ എത്തിച്ചിട്ട് വലിച്ച് ഇലക്ട്രിസിറ്റി അവിടെ വീട്ടിലേക്ക് എത്തിച്ചേരും. ഇതൊരു സർവീസാണ്. ആ ഒരു ചാർജിന് ആ ചെയ്ത പ്രവൃത്തിക്ക് നമ്മളൊരു സർവീസ്, അതിന് GST വരും. GST വരും. പക്ഷേ എന്താ നോക്കിയേ, അപ് ടു ദ ട്യൂബ് വെൽ ഓഫ് ദി ഫാർമർ. അപ്പോൾ അതൊരു നമ്മുടെ വീട്ടിലേക്ക് അവർ കണക്ഷൻ കൊണ്ടുവരുന്നതിനല്ല ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നത്. പകരം നമ്മളൊരു ഫാർമറാണ്, ഞാനൊരു ട്യൂബ് വെല്ല് പണിത്, ട്യൂബ് വെല്ല് പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണ്ടേ, ആ ട്യൂബ് വെല്ലിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കൺസ്ട്രക്ഷൻ എറക്ഷൻ ആക്ടിവിറ്റികൾ ചെയ്തതെങ്കിൽ ആ ആക്ടിവിറ്റിയുടെ മേളിലുള്ള ചാർജിന് GST ബാധകമല്ല. സോ ഒരു ഫാർമർക്കോ അഗ്രികൾച്ചറിസ്റ്റിനോ അഗ്രികൾച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് വൈദ്യുതി എത്തിക്കാൻ അവർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി എറക്ഷൻ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സർവീസുകളുടെ മേളിൽ GST ബാധകമല്ല എന്നാണ് പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം. 121, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സർവീസസ് അഗെയിൻസ്റ്റ് കൺസിഡറേഷൻ റിസീവ്ഡ് ഇൻ ദ ഫോം ഓഫ് ഗ്രാൻഡ്. സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് മേടിച്ച് റിസർച്ച് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഈ കിട്ടുന്ന റിസർച്ച് തുകയുടെ മേളിൽ അവർ GST അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. Yes. So research and development services against consideration received in the form of grant supplied by a government entity or a research association, university, college or other institution notified under clauses of 35 subsection 1 clause 2 and 3 of Income Tax Act 1961. നമ്മൾ സെക്ഷൻ 35(1) ഇൻകം ടാക്സ് PGBP പഠിച്ചപ്പോൾ 35(1) ക്ലോസ് 2ഉം 2A ഒക്കെ നമ്മൾ പഠിച്ചതാണ്. റിസർച്ച് നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള റിസർച്ച് അസോസിയേഷനുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും മറ്റ് അതർ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനുമൊക്കെ നമ്മൾ കൊടുക്കുന്ന റിസർച്ച് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന സംഭാവന 35(1), 2 and 3 പ്രകാരം 100% ഡിഡക്ഷൻ കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം റിസർച്ച് സ്ഥാപനങ്ങൾ ഈ പറയുന്ന കിട്ടുന്ന ഗ്രാൻഡിൻ്റെ മേളിൽ GST അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഇതിനൊന്നും തന്നെ അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. Then point number 122, services by way of transfer of going concern as a whole or an independent part thereof. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ട്രാൻസ്ഫർ ബൈ വേ ഓഫ് ഗോയിങ് കൺസേൺ. നമ്മളൊരു ബിസിനസ് അപ്പാടെ അതേപടി നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ഞാൻ മൊത്തത്തിൽ മറ്റൊരാൾക്ക് വിൽക്കുന്നു. നമ്മൾ ഇൻകം ടാക്സിൽ ഇത് തന്നെ സ്ലം സെയിൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ എൻറ്റയർ ബിസിനസ്സിനെ മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അങ്ങനെയുള്ള ബിസിനസ് മൊത്തത്തിലുള്ള വിൽപ്പനയുടെ മേളിൽ GST ബാധകമാണോ, GST വരുമോ എന്ന് ചോദിച്ചാൽ വരില്ല. അങ്ങനെ ബിസിനസ് മൊത്തത്തിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അത്തരം ട്രാൻസ്ഫറുകളുടെ മേളിൽ GST ബാധകമല്ല എന്നാണ് പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. 123, services by an organizer to any person in respect of a business exhibition held outside India. സോ ഒരു ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ഒരു ഈവൻറ്റ് മാനേജർ, ഒരു ഈവൻറ്റ് ഓർഗനൈസർ. സോ അയാളൊരു ഈവൻറ്റ് ഓർഗനൈസ് ചെയ്യുകയാണ്. സോ ഈവൻറ്റ് ഓർഗനൈസർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ആർക്കാണ്? എനി പേഴ്സൺ. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കോ ആയിക്കൊള്ളട്ടെ. ഇനി എന്ത് സർവീസാണത്? ബിസിനസ് എക്സിബിഷൻ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു എക്സിബിഷൻ ഇന്ത്യക്ക് പുറത്ത് നടത്തണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് പോയി നടത്താൻ ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പോൾ നിങ്ങൾ ആരെ സമീപിച്ചു? ഒരു ഈവൻറ്റ് മാനേജറായി, ഈവൻറ്റ് ഓർഗനൈസറായി എന്നെ സമീപിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പുറത്ത് എക്സിബിഷൻ നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി തന്നു. പറഞ്ഞു വരുന്നത് അത്തരം സേവനങ്ങൾ പൂർണ്ണമായും എക്സംപ്റ്റഡ് ആണ്. ഇന്ത്യക്കകത്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ അത് ടാക്സബിൾ ആകുമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ബിസിനസ് ഈവൻറ്റ് ഓർഗനൈസ് ചെയ്യേണ്ടത്, എക്സിബിഷൻ ഓർഗനൈസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണ്. അതുകൊണ്ട് അത് എക്സംപ്റ്റഡ് ആണ്.
സോ 124. ടൂർ ഓപ്പറേറ്റർ സർവീസ്. ടൂർ ഓപ്പറേറ്റർ ആരാണ്? ടൂർ ഓപ്പറേറ്റർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ടൂർ ഓപ്പറേറ്റർ വിച്ച് ഈസ് പെർഫോംഡ് പാർട്ട്ലി ഇൻ ഇന്ത്യ ആൻഡ് പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പോൾ ഒരു ടൂർ ഓപ്പറേറ്റർ ടൂർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്, ഓപ്പറേറ്റ് ചെയ്യാണ്. ആ ടൂറിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ്, ഒരു ഭാഗം ഇന്ത്യക്ക് പുറത്താണെന്ന് വെച്ചോ. സപ്ലൈഡ് ബൈ എ ടൂർ ഓപ്പറേറ്റർ ടു എ ഫോറിൻ ടൂറിസ്റ്റ് to the extent of value of the tour operator service which is performed outside India. Okay. So ഒരു ഫോറിൻ ടൂറിസ്റ്റിനാണ് ടൂർ ഓപ്പറേറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടൂറിൻ്റെ ഒരു ഭാഗം എവിടെയാണ്? പെർഫോംഡ് പാർട്ട്ലി ഇൻ ഇന്ത്യ ആൻഡ് പാർട്ട്ലി എവിടെയാണ്? യെസ്, ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഫോറിൻ ടൂറിസ്റ്റിനാണ് സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സർവീസ് പെർഫോം ചെയ്തിരിക്കുന്ന പാർട്ട്ലി ഇൻ ഇന്ത്യ ആണ്, പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അങ്ങനെയാണെങ്കിൽ ആ എൻറ്റയർ ടൂറിൻ്റെ ഇന്ത്യക്ക് പുറത്ത് പെർഫോം ചെയ്ത ടൂർ ഓപ്പറേഷൻ പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂവിൻ്റെ മേളിൽ GST വരില്ല. ഇന്ത്യക്കകത്ത് ഉള്ളതിന് മാത്രമേ GST വരത്തുള്ളൂ. പ്രൊവൈഡഡ് ദാറ്റ്, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു പ്രൊവിഷ്യോ പറയുന്നുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് വാല്യൂ ഓഫ് ദി ടൂർ ഓപ്പറേറ്റർ സർവീസ് performed outside India shall be such proportion of the total consideration charge for the entire tour which is equal to the proportion which the number of days for which tour is performed outside India has to the total number of days comprising a tour, or 50% of the total consideration charge for the entire tour whichever is less. അത് നമുക്ക് ഇവിടെ താഴെ വിത്ത് എക്സാമ്പിൾസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ നമുക്ക് വെച്ച് നോക്കിയിട്ട് നമുക്കത് പറയാമെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, എങ്കിലും ഒന്നുകൂടി നമുക്കത് വായിക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാല്യൂ ഓഫ് ദി ടൂർ ഓപ്പറേറ്റർ സർവീസ്, അതായത് ഇപ്പോൾ നമ്മൾ ആ ഫോറിൻ ടൂറിസ്റ്റിൽ നിന്ന് നമ്മൾ മൊത്തം മേടിച്ചിരിക്കുന്ന വാല്യൂ. അപ്പോൾ വാല്യൂ ഓഫ് ദി ടൂർ ഓപ്പറേറ്റർ സർവീസ് പെർഫോംഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ആ ടൂർ ഓപ്പറേഷൻ സർവീസ് പെർഫോം ചെയ്യുന്നതിന് നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നൊരു വാല്യൂ ഉണ്ടല്ലോ, ആ തുക എന്ന് പറയുന്നത് ഷാൽ ബി such proportion to the of the total consideration charged for the entire tour which is equal to the proportion which the number of days for which the tour is performed outside India has to the total number of days comprising of the tour. or അതായത് ഇപ്പോൾ 4 ദിവസത്തേക്കുള്ള യാത്രയാണ്, ഇപ്പോൾ അല്ലെങ്കിൽ 4 ദിവസത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നതെങ്കിൽ 4 ദിവസം, അതിൽ 2 ദിവസം ഇന്ത്യയിൽ, 2 ദിവസം ഇന്ത്യക്ക് പുറത്ത്. അപ്പോൾ എങ്ങനെയാണ് വന്നത്? 1:1. അപ്പോൾ ഫോറിൻ ടൂറിന് വേണ്ടി നമ്മൾ മേടിക്കുന്ന തുകയും എന്തായിരിക്കണം? ആ ഒരു 1:1 പ്രൊപ്പോർഷനിലായിരിക്കണം മേടിക്കേണ്ടത്. ഓർ 50% ഓഫ് ദ ടോട്ടൽ കൺസിഡറേഷൻ ചാർജ് ഫോർ ദ എൻറ്റയർ ടൂർ വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് നോക്കും. Provided further that in making the above calculation any duration of time equal to or exceeding 12 hours shall be considered as full one day, and any duration of time less than 12 hours shall be taken as half a day. അപ്പോൾ ഈ 12 മണിക്കൂറിൽ കൂടുതൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും എവിടെയായിട്ട് കണക്കാക്കും? യെസ്, പ്രൊവൈഡ് എനി ഡ്യൂറേഷൻ ഓഫ് ടൈം ഈക്വൽ ടു ഓർ എക്സീഡിങ് 12 hours shall be considered as one ഫുൾ ഡേ. ഇപ്പോൾ ഒരു ദിവസം ഫുള്ളില്ല, 12 മണിക്കൂർ കൂടുതൽ നമ്മൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിനെ ഒരു ദിവസമായിട്ട് കണക്കാക്കും. ഇനി 12 മണിക്കൂർ താഴെ ഉള്ളൂ ഒരു ടൂർ ഓപ്പറേഷൻ ആക്ടിവിറ്റി എങ്കിൽ അതിനെ ഹാഫ് എ ഡേ ആയിട്ടായിരിക്കും കണക്കാക്കുക. ഇനി ഫോറിൻ ടൂറിസ്റ്റിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിന് വിത്ത് എക്സാമ്പിൾ ഉൾപ്പെടെ താഴോട്ട് വരുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഫോറിൻ ടൂറിസ്റ്റിൻ്റെ അർത്ഥം എന്താണ്? മീൻസ് എ പേഴ്സൺ നോട്ട് നോർമലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ who enters India for a stay of not more than 6 months for legitimate or non-immigrant purpose. ഓക്കെ, അപ്പോൾ നോട്ട് നോർമൽ, അയാൾ റെസിഡൻറ്റ് ഫോറിൻ ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ അയാളൊരു വിദേശിയായിരിക്കും സാധാരണ നിലയിൽ. മാത്രമല്ല അയാൾ ഇന്ത്യയിലേക്ക് വന്നത് 6 മാസത്തിലധികം പരമാവധി 6 മാസം വരെ അയാൾ ഇന്ത്യയിൽ താമസിക്കത്തുള്ളൂ. 6 മാസം കൂടുതൽ എന്ത് ചെയ്യത്തില്ല, താമസിക്കത്തില്ല എന്നുള്ളതാണ്. ശരി, നമുക്ക് ഇല്ലുസ്ട്രേഷൻ ഒന്ന് നോക്കാം. എ ടൂർ ഓപ്പറേറ്റർ പ്രൊവൈഡ്സ് എ ടൂർ ഓപ്പറേറ്റർ സർവീസ് ടു എ ഫോറിൻ ടൂറിസ്റ്റ് ആസ് ഫോളോസ്. 1, 3 days in India, 2 days in Nepal. മൊത്തം 5 ദിവസമാണ്. അതിൽ 2 ദിവസമാണ് ഇന്ത്യക്ക് പുറത്ത്. കൺസിഡറേഷൻ ചാർജ് ഫോർ ദ എൻറ്റയർ ടൂർ എത്രയുണ്ട്? 1 lakh. സോ നമുക്കിതിൽ എത്രയാണ് എക്സംഷൻ കിട്ടുക എന്നുള്ളത്? നമുക്ക് എത്രയാണ് എക്സംഷൻ കിട്ടുക? എക്സംഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഈടാക്കിയ തുകയെ നമ്മൾ ഈ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് പ്രപ്പോർഷൻ ഇൻ ആൻഡ് ഔട്ട് ഇന്ത്യയുടെ പ്രപ്പോർഷനിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ടോട്ടൽ ഇവിടെ 5 ദിവസത്തെ ട്രിപ്പാണ് ഉള്ളത്. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 ആണ്. ശരിയല്ലേ? 3:2 എന്ന് വെച്ചാൽ 3 ദിവസം ഇന്ത്യ, 2 ദിവസം വിദേശത്ത്. അപ്പോൾ 2 ദിവസത്തെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൊത്തം വാല്യൂ 1 lakh ആണെന്നുണ്ടെങ്കിൽ 2/3 എത്ര വരുന്നുണ്ട്? 40,000 rupees ആണ് നമുക്ക് വിദേശത്തുള്ള സർവീസിൻ്റെ വാല്യൂ എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് ടൂർ ഓപ്പറേറ്റർ സർവീസ് പെർഫോംഡ് ഔട്ട്സൈഡ് ഇന്ത്യ എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത്? പെർഫോംഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഷാൽ ബി സച്ച് പ്രപ്പോർഷൻ ഓഫ് ദി ടോട്ടൽ കൺസിഡറേഷൻ എടുക്കുക. ഓക്കെ, ആ ടോട്ടൽ കൺസിഡറേഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എത്രയാണ് ടോട്ടൽ കൺസിഡറേഷൻ? 1 lakh ഇൻറ്റു ടോട്ടൽ കൺസിഡറേഷൻ ചാർജ് ഫോർ എൻറ്റയർ ടൂർ വിച്ച് ഈസ് ഈക്വൽ ടു പ്രപ്പോർഷൻ which number of days for which tour is performed outside India has to the total number of days comprising the tour. Total number of days performed outside India നമ്മുടെ കഥയിൽ എത്രയായിരുന്നു? ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു? 2 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് കംപ്രൈസിങ് ടൂർ എത്രയുണ്ട്? 5. അപ്പോൾ എത്ര വരുന്നുണ്ട് ഇവിടെ? 40,000. ഓർ അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്? 50% ഓഫ് ദ ടോട്ടൽ കൺസിഡറേഷൻ. അപ്പോൾ 50% ഓഫ് ദ ടോട്ടൽ കൺസിഡറേഷൻ വരുമ്പോൾ എത്ര വരും? 1 lakhന്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര വയ്ക്കും വരിക? യെസ്, 50,000. വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതാണ് ലെസ്? 40,000. അപ്പം 40,000 രൂപയുടെ വാല്യൂ ആണ് ഇവിടെ ഇന്ത്യക്ക് പുറത്ത് സപ്ലൈ ചെയ്തതായിട്ട് കണക്കാക്കുക. ആ വാല്യൂവിൻ്റെ മേളിൽ GST എക്സംപ്റ്റഡ് ആയിരിക്കും. സോ ഈ കഥയിൽ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? അതാ നോക്കാം. 40,000 എക്സംപ്റ്റഡ്. സോ ടാക്സബിൾ വാല്യൂ എത്രയായിരിക്കും? 60,000. അതേപോലെ തന്നെ 2 days in India, 3 nights in Nepal. അപ്പോൾ നേരെ തിരിച്ച് 3/2 ആകുമ്പോൾ 60,000 രൂപയുടെ വാല്യൂ എവിടെ വരും? നേപ്പാളിൽ. പക്ഷേ 50% ഓഫ് ദ ടോട്ടൽ കൺസിഡറേഷൻ 50,000 വരത്തുള്ളൂ. 1 lakhന്റെ 50%. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സംപ്റ്റഡ് വാല്യൂ എത്രയാണ്? 50,000. ടാക്സബിൾ വാല്യൂ എത്ര വരും? ബാക്കി 50,000. സോ 50,000 ടാക്സബിൾ വാല്യൂ 50,000. 2.5 days in India, 3 days in Nepal. കൺസിഡറേഷൻ എത്ര വരുന്നുണ്ട്? 1 lakh. അപ്പോൾ 2.5 ദിവസം ഇന്ത്യയിലും 3 ദിവസം നേപ്പാളിലും. സോ മൊത്തം എത്രയാണുള്ളത്? 5.5 ദിവസം ആണുള്ളത്. അങ്ങനെ 5.5 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ദിവസം നേപ്പാൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? 1 lakh ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 5.5. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 54,545. അല്ലെങ്കിൽ 50%, വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാല്യൂ എത്രയാണ് വരിക? 50,000. ടാക്സബിൾ വാല്യൂ എത്ര വരുന്നുണ്ട്? 50,000. യെസ്. സോ ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് എന്തെന്ന് പറയുന്നത്? അതർ എക്സംപ്റ്റഡ് സർവീസസ് എന്ന് പറയും. സോ വിത്ത് ദിസ് നമ്മൾ ഈ വളരെ വലിയൊരു നോട്ടിഫിക്കേഷൻ 12/2017 എന്ന് പറയുന്ന ഈ ഒരു എക്സംഷൻ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. 124 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് IGST നിയമത്തിൽ നിന്നുള്ളൊരു പോയിന്റ് കൂടി. അതിപ്പോൾ CA ഇൻ്റർമീഡിയറ്റ് ലെവലിന് അത് ബാധകമല്ല, CMA ഇൻ്റർമീഡിയറ്റ് ലെവലിന് ബാധകമല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കത് ഡിസ്കസ് ചെയ്യാം. പക്ഷേ CA ഫൈനൽ ലെവലിലും CMA CS ഫൈനൽ ലെവലിനും ബാധകമാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ലെവലിനും ബാധകമാണ്. ഇനി CMA ഇൻ്റർമീഡിയറ്റ് CS എക്സിക്യൂട്ടീവിനും നമ്മൾ ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ ആപ്ലിക്കബിൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ഓൾസോ. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ IGST നിയമത്തിലും എക്സംപ്റ്റഡ് ആയിട്ടുള്ള കുറേ സർവീസസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇൻ്റർ സ്റ്റേറ്റ്, ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പല സേവനങ്ങൾക്കും GST എക്സംഷൻ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. സോ അത്തരം എക്സംപ്റ്റഡ് ആയിട്ടുള്ള സർവീസുകളെ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ 9/2017. ഡേറ്റ് ഒക്കെ സെയിം തന്നെയാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കുറച്ചേ ഉള്ളൂ. ഒന്ന്, സർവീസ് പ്രൊവൈഡ് ബൈ, ഇപ്പോൾ നമ്മൾ തൊട്ട് നിർത്തിയിടുന്നതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടൂർ ഓപ്പറേറ്റർ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതും ആർക്കാണ് ടൂർ ഓപ്പറേറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോറിൻ ടൂറിസ്റ്റ്. തൊട്ട് മുന്നത്തെ പോയിന്റ് പോലെ തന്നെ ഇനി എവിടെയാണ് ഈ ടൂർ ഓപ്പറേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻ റിലേഷൻ ടു ടൂർ കണ്ടക്റ്റഡ് ഓൺലി ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ല. ടൂർ ഓപ്പറേറ്റർ ചിലപ്പോൾ ഇന്ത്യക്കാരനായിരിക്കാം, പക്ഷേ അവനൊരു ഫോറിൻ ടൂറിസ്റ്റിന് വിദേശത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നേരെ ശ്രീലങ്ക കൊണ്ട് കാണിച്ചു. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്ന ആളെന്ന് പറയുമ്പോൾ അത് ഫോറിൻ ടൂറിസ്റ്റാണ്. ഇനി ടൂർ പൂർണ്ണമായും എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണ്, ശ്രീലങ്കയിലാണ് നമ്മൾ ടൂർ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. സോ അത് പൂർണ്ണമായിട്ടും എന്താണ്? ഒരു എക്സംപ്റ്റഡ് സർവീസായിട്ട് വേണം കണക്കാക്കാൻ. 2, സർവീസസ് റിസീവ്ഡ് ഫ്രം എ പ്രൊവൈഡർ ഓഫ് സർവീസ്. സോ
സർവീസസ് റിസീവ്ഡ് ഫ്രം എ പ്രൊവൈഡർ ഓഫ് സർവീസ്. അപ്പോൾ സർവീസ് പ്രൊവൈഡർ എവിടെ ഉള്ള ആളാണ്? ലൊക്കേറ്റഡ് ഇൻ എ നോൺ ടാക്സബിൾ ടെറിട്ടറി. സോ ഇന്ത്യക്ക് പുറത്തുള്ള ആളാണ്. സോ ഇന്ത്യക്ക് പുറത്തുള്ള ഒരാൾ ഇന്ത്യയിലേക്ക് സർവീസ് പ്രൊവൈഡ്, അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാണ്? സർവീസ് ഇമ്പോർട്ട് ചെയ്യാണ്. സർവീസ് ഇമ്പോർട്ട് ചെയ്താൽ അത് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സപ്ലൈ ആണെന്ന് നമുക്കറിയാം. ഇനി കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് സപ്ലൈ ആയിട്ട് കണക്കാക്കണം. പ്രൊവൈഡഡ് നമ്മളത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നായിരിക്കണം. അത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് സപ്ലൈ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തായാലും അതിനകത്തൊരു എക്സംഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ സർവീസ് സ്വീകരിക്കുകയാണ്. ഇനി ആരാണത് സ്വീകരിച്ചതെന്ന് നോക്കാം. ആരൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റോ, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ, യൂണിയൻ ടെറിട്ടറിയോ, ലോക്കൽ അതോറിറ്റിയോ, ഗവൺമെൻറ്റൽ അതോറിറ്റിയോ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ ആവാം. ഇനി എന്ത് സർവീസാണ് സ്വീകരിച്ചിരിക്കുന്നത്? സർവീസ് ഇൻ റിലേഷൻ ടു എനി പർപ്പസ് അതർ ദാൻ കൊമേഴ്സ്, ഇൻഡസ്ട്രി ഓർ എനി അതർ ബിസിനസ് ഓർ പ്രൊഫഷൻ. സോ ആ സർവീസ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ എന്താണ്? പേഴ്സണൽ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർവീസാണ് എന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? കണക്കാക്കാൻ. അതാണ് ആ പറഞ്ഞിരിക്കുന്ന പോയിന്റിൻ്റെ അർത്ഥം. യെസ്. അതുപോലെ തന്നെ ആൻ എൻറ്റിറ്റി രജിസ്റ്റേർഡ് അണ്ടർ 12AA 12AB, നമ്മുടെ ആദ്യത്തെ പോയിന്റ് പോലും അതായിരുന്നു. ഓക്കെ. ഫോർ ദ പർപ്പസ് ഓഫ് വാട്ട്? പ്രൊവൈഡിങ് ചാരിറ്റബിൾ ആക്ടിവിറ്റി. Then way of supply of online educational journals or periodicals to an education institution other than an institution providing service by way of. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചിലപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷണൽ ജേർണൽസ് നമ്മൾ പഠിച്ചതല്ലേ? ഓൺലൈൻ എഡ്യൂക്കേഷണൽ ജേർണൽസ് നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്താലാണ് അത് എക്സംപ്റ്റഡ് ആവുക? ആർക്ക് പ്രൊവൈഡ് ചെയ്താൽ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കോളേജുകൾക്ക്. ഇന്ത്യയിൽ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിരുദം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ യോഗ്യത കരിക്കുലം ബേസിസിൽ, അപ്പോൾ കരിക്കുലം ആവിഷ്കരിച്ച് പഠിപ്പിച്ച് നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത്തരം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് എക്സംപ്റ്റഡ് ആവുകയുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷണൽ ജേർണൽസ് ഒരു കിൻഡർ ഗാർട്ടൻ മുതൽ +2 വരെയുള്ള സ്കൂളുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ITIകൾ, ITC പോലുള്ള സ്ഥാപനങ്ങൾക്കോ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. സോ അത് സെയിം സംഭവം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ എഡ്യൂക്കേഷണൽ ജേർണൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സംപ്റ്റഡ് ആണ്. പക്ഷേ അത് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം? ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ആര് വരാൻ പാടില്ല? പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ളവരാകാൻ പാടില്ല. അതുപോലെ തന്നെ അപ്രൂവ്ഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോഴ്സും ആകാൻ പാടില്ല. ഇത് ഒഴികെയുള്ള മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കരിക്കുലം ആവിഷ്കരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, അവർക്ക് മാത്രമേ ഈ എക്സംഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എ പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി. ഇന്ത്യക്ക് പുറത്തുള്ള ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യണം? അവർ ഇന്ത്യക്ക് പുറത്ത് പരസ്പരം പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ എക്സംപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. അത് പരസ്പരം എക്സംപ്റ്റഡ് ആണ്. ഹവർ എന്നിരുന്നാലും എക്സംഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു, എന്നാൽ ഇതേ എക്സംപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് എക്സംഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു ഓൺലൈൻ ഇൻഫർമേഷൻ ഡേറ്റാബേസ് ആക്സസ് റിട്രീവൽ സർവീസ്. യെസ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. OIDAR സർവീസ്, പ്ലേസ് ഓഫ് സപ്ലൈ ഒക്കെ പഠിച്ചപ്പോൾ OIDR സർവീസ് നമ്മൾ കണ്ടിട്ടില്ലേ? ഓൺലൈൻ ഇൻഫർമേഷൻ ഡേറ്റാബേസ് ആക്സസ് റിട്രീവൽ സർവീസ്. ഇപ്പോൾ ഓൺലൈൻ വഴി പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ. ഓൺലൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെ OIDR സർവീസിൻ്റെ പ്രത്യേകത എന്താണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാട്രിമോണിയൽ സൈറ്റുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഇതൊക്കെ OIDR സർവീസാണ്. സോ ഇന്ത്യക്ക് പുറത്തിരുന്ന് OIDR സർവീസാണ് അയാൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, ത്രൂ ഇൻ്റർനെറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് എക്സംപ്ഷൻ ഇല്ല, അത് ടാക്സബിൾ തന്നെയാണ്. യെസ്. So online information database service, that is OIDR services received by person specified in entry A or entry B. Entry A എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റുകൾ, ഇൻക്ലൂഡിങ് ഇൻഡിവിജ്വൽസ്, അതുപോലെ തന്നെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ പറയുന്ന 2 ആൾക്കാരും OIDR സർവീസ് സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ഇല്ല, ദാറ്റ് ഈസ് ടാക്സബിൾ. OIDR സർവീസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, ഓൺലൈൻ ഇൻഫർമേഷൻ ഡേറ്റാബേസ് ആക്സസ് സർവീസിൻ്റെ മീനിങ് കുറച്ച് എക്സാമ്പിൾസ് ഉൾപ്പെടെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ OIDR സർവീസിൻ്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ത്യക്കകത്ത് ഗവൺമെൻറ്റുകൾക്കോ ലോക്കൽ അതോറിറ്റികൾക്കോ ഗവൺമെൻറ്റൽ അതോറിറ്റികൾക്കോ ഇൻഡിവിജ്വൽസിനോ ബിസിനസ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ടാക്സബിലിറ്റി ഉണ്ടാവും. യെസ്. So with that we are coming into the conclusion of this chapter. Yes, and exemptions from GST. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാനിതിൻ്റെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ നോട്ട് എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന് നിങ്ങൾക്കതല്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. സ്റ്റുഡൻസിന് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ലിങ്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടുന്നുണ്ടാകും. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മെറ്റീരിയലും കൂടി ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റഡി വെൽ, പ്രിപ്പയർ വെൽ ഫോർ ദ എക്സാമിനേഷൻ. എൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഈ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഡൗട്ട് ക്ലിയറൻസ് നൽകുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾസോ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് ഞാൻ ഓൾറെഡി ഗ്രൂപ്പ് വഴി തന്നെ ഞാൻ എക്സംഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നോട്ടും ഞാൻ അതുവഴി കൊടുക്കുന്നുണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവർ അല്ലാതെ കാണുന്ന ആൾക്കാർ, വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിലോ ഈ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലോ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിലോ യു കൈൻഡ്ലി കോൺടാക്ട് മീ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കോടുകൂടി പാസ്സാവുക. അതാണ് എനിക്കിതിൻ്റെ അവസാന ഘട്ടത്തിൽ പറയാനായിട്ടുള്ളത്. ഓൾ ദി വെരി ബെസ്റ്റ്.